അപ്പോൾ നമ്മൾ ഇറങ്ങി. ഭയങ്കര തിരക്കാണ് ട്രെയിനിൽ. ഫുൾ പോണ്ടിച്ചേരിക്കാണ് ആൾക്കാർ. ഇത് നമ്മൾ മറ്റേ ഗോവയ്ക്ക് പോയ മാതിരി ട്രെയിൻ ഫുൾ ഗോവ എന്ന് പറയില്ല, അതുമാതിരി ഫുൾ പോണ്ടിച്ചേരിയാണ്. ഭയങ്കര തിരക്ക്. എല്ലാവർക്കും ഇതുപോലെ RAC ആണ്. ഒരേ ഇതിൽ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടും മാത്രമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. കിച്ചപ്പനും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർന്നു. അപ്പോൾ ഇനി അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. നല്ല മഞ്ഞൊക്കെ ഉണ്ട്. ഇതാ പോണ്ടിച്ചേരിക്ക് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ ആളത് എൻ്റെ ഇവിടെ പുതച്ചു മതി കടന്നു പോകുന്നത്. ഇന്നലെ എന്നെ ഉറക്കിയിട്ടില്ല. ഒറ്റയ്ക്ക് കടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് കടന്ന് ഉറങ്ങുകയാണ്. ഇന്നലെ എനിക്കൊരു സ്ഥലം പോലും തന്നിട്ടില്ല. നല്ല സ്ഥലം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്ന് ഒരു സീറ്റിലാണ് ഞങ്ങൾക്ക് RAC ടിക്കറ്റ് കൺഫേം ആയ. ഇടയ്ക്ക് നല്ല രസമായിരുന്നു. മറ്റേ കുറേ കാലമായില്ല ഞങ്ങളിങ്ങനെ കിടന്നിട്ട്. രസമായിട്ട് നൈസായിട്ട് എണീക്കാൻ തോന്നുന്നില്ല. 2022 ലാസ്റ്റ് ഡേ എന്ന് ഉദ്ദേശിച്ചു. നോക്കാതെ തങ്ങോ നോക്കാതെ താങ്കൂരോട് എന്താ പറഞ്ഞു? ഹാൻസം ബോയ് പറഞ്ഞപ്പോഴേ എടുത്ത് കൊടുത്തിരിക്കോ. നമുക്ക് നടക്കേണ്ട ദൂരേ ഉള്ളൂ. നമ്മുടെ സ്റ്റേഷനിൽ ജസ്റ്റ് എത്ര കിലോമീറ്റർ? 750 മീറ്ററേ ഉള്ളൂ. 1 കിലോമീറ്റർ തികച്ചില്ല. അപ്പോൾ നമുക്ക് നടക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് കാണാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. ഈ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ കാണുന്ന ഒരു നല്ല തിരക്കുണ്ട്. AR റഹ്മാൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതൊരു സ്കൂളാടാ. നോക്ക്, ഈ ബിൽഡിങ്, ഈ ഒറ്റൊരു ബിൽഡിങ് ഒരു സ്കൂളാണ്. എന്തല്ലേ നമ്മൾ സ്കൂട്ടി റെൻറ്റിന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ 2 ദിവസത്തേക്ക് 2400 രൂപയ്ക്കാണ് പറഞ്ഞത്. പിന്നെ കപ്പിൾസിനെ കൊടുക്കുള്ളൂ. കാരണം പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ വെള്ളം അടിച്ച് അലമ്പാക്കുന്നുണ്ട് വണ്ടി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കാം, 2-3 അവിടെ കൂടി നോക്കിയിട്ട് വില ഇനി കുറച്ചുകൂടി കുറയുവാണെങ്കിലോ. ഈ സമയത്ത് ഭയങ്കര മാർക്കറ്റാണ്. ന്യൂ ഇയർ ആയതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ട്. അപ്പോൾ എത്ര രൂപ പറഞ്ഞാലും ആൾക്കാർ എടുക്കുന്നവർക്ക് അറിയാം. അപ്പോൾ നമ്മൾ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോവാണ്. ലക്സി ദോശ കഴിച്ചിട്ട് പോവല്ലേ. ചുമ്മാ നോക്കാവാ. ഒരെണ്ണം മതി. ഒരെണ്ണം കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. സോ ഗൈസ്, വെൽക്കം ടു നമ്മൾ രാവിലെ തന്നെ കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ
ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാൻ ഇനി ഒരു 12 മണിയാവും. അപ്പോഴേക്കും ഒരു സ്കൂട്ടി അല്ല, അത് സ്കൂട്ടി അല്ലേ, സ്കൂട്ടി ഹാഫ് ആൻ അവറിൽ തരും. അപ്പോൾ ഞങ്ങൾ പിന്നെ കറങ്ങി തിരിക്കുക. അപ്പോൾ അതുവരെ ജസ്റ്റ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി രാത്രിയൊന്നും കഴിച്ചില്ല. അപ്പോൾ ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. തങ്കു ബ്രെഡ് ഓംലെറ്റും ഞാൻ നൂഡിൽസും ഇട്ടുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ദോശയുടെ ഒരു കോത് കണ്ടു. അപ്പോൾ അവിടെ നിന്ന് കഴിക്കണം എന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് കഴിച്ചിട്ട് പിന്നെ വണ്ടിയിൽ പോയിട്ട് അവിടെ നിന്ന് കഴിച്ച് നോക്കാം. ഇനി അതിനാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. ഫുഡ് ട്രാവൽ എൻജോയ്മെൻറ്റ്, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഞാൻ ആസ് യൂഷ്വൽ ഒരു വെജിറ്റബിൾ മാഗി വാങ്ങിച്ചു. കാരണം ഫസ്റ്റായിട്ട് കഴിക്കുന്ന ഫുഡല്ലേ, അപ്പോൾ എന്തെങ്കിലും പണിയാക്കണ്ട. പിന്നെ രാവിലെ അല്ലേ, കുഴപ്പമുണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. ഇപ്പി ആയിരുന്നു, മാഗി ആയിരുന്നില്ല, ബട്ട് ഇറ്റ് വാസ് നൈസ്. തൊത്തുപ്പി ബ്രെഡ് ഓംലെറ്റ് ആയിരുന്നു. ബ്രെഡ് ഓംലെറ്റ് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. നല്ല തൊത്തുപ്പിക്ക് പിന്നെ വലിയ ഒരു ആർഭാടമൊന്നും ഇഷ്ടമില്ല, അപ്പോൾ അടിപൊളിയായിരുന്നു. ഹി ഓൾസോ ലൈക്ക് ഇറ്റ് വെരി വെൽ. തൊത്തുപ്പിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആ കാണുന്നതാണ് ബീച്ച്. ഞങ്ങളിങ്ങനെ നടന്ന് വന്നത് ഇവിടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. അടിപൊളി ഫുഡാണ്. ലൈക്ക് ഇവിടെ എല്ലാം ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ്സ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഒരു അടിപൊളി ഫ്രൂട്ട് കട, ജ്യൂസ് ഷോപ്പാണ്. ഒന്ന് കഴിച്ച് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, നൈസായിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ 4 കടകളായി. അടിപൊളി. അപ്പം ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ തിരിച്ചു വന്നു. അപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ റൂം ഏറ്റവും മുകളിലാണ്. അപ്പോൾ സ്റ്റെപ്പ് മുഴുവൻ കയറി വരണം. നല്ല രസമുള്ളൊരു ഗസ്റ്റ് ഹൗസ് ആട്ടോ. അതിലും രസം എന്താ വെച്ചാൽ ഞങ്ങളുടെ റൂമിന് നേരെ മുന്നിലാണ് ദേ ഈ ഒരു കിച്ചൺ ഉള്ളത്. അതും ഭയങ്കര ഭംഗിയുള്ളതായിരുന്നു. നല്ല അടിപൊളി സെറ്റപ്പാണ്. നമ്മുടെ റൂമിന് പുറത്തേക്ക് വന്നതും ദേ ഈ കിച്ചണാണ്. ഭയങ്കര രസമുണ്ട്, ഒരു ഡിഫറെൻറ്റ് ഫീലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുട്ടി കുട്ടി വ്ളോഗുകളായിരിക്കും ഞങ്ങളുടെ പോണ്ടിച്ചേരി ട്രിപ്പിൻ്റെ. അപ്പോൾ അടുത്ത വ്ളോഗ് ഞങ്ങളുടെ റൂമാണ്. സോ സ്റ്റേ ട്യൂൺ.